സ്ഥലക്കൊടുക്കേണ്ട ഒരു പുതിയ വീഡിയോ സാധാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ് നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഗെയിം ഒരു വർഷം 1.5 വർഷമായിട്ട് കളിക്കുന്ന ഗെയിമാണ്. അപ്പൊ എനിക്ക് ഈ ഗെയിം വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഗെയിം ചുമ്മാ കളിക്കുന്നതിനേക്കാളും നല്ലത് ഇത് വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് യൂട്യൂബിലോട്ട് ഇട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇടാന്നുള്ളതാണ് എന്റെ മെയിൻ കണ്ടന്റ്. അപ്പം നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനോട് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ സ്പോൺ ആയത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മളൊന്നും കാണുന്നില്ല. നമുക്കിത് അവിടെ ഒരു ഷീപ്പിനെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഷീപ്പിനെ കൊണ്ടിട്ട് നമ്മളെ എടുക്കാം. ഈ ഒറ്റ ഷീപ്പേ ഉള്ളൂ. നമുക്കൊരു 3 ഷീപ്പിങ്ങളുണ്ടായിരുന്നു. നമുക്ക് ബെഡ് ഉണ്ടാക്കായിരുന്നു. അപ്പൊ നമുക്ക് ഒറ്റ ഷീപ്പ് കിട്ടി. ഒറ്റ ഷീപ്പിനെ കിട്ടുമല്ലോ. നമുക്ക് ഇവിടെ വല്ലതും നമുക്ക് കുറച്ചു നേരം കറങ്ങി നോക്കാം. അടുത്ത ഷീപ്പിനെ വല്ലതും കിട്ടുമല്ലോ. ഞാൻ ഇവിടെ വരെ വന്നപ്പോ ഒരു സാധനം കണ്ടു. കുറച്ച് ഹേബേൽ ഇരിക്കുന്നു. അപ്പൊ തന്നെ തോന്നുന്നു എനിക്ക് ഇവിടെ ഒരു വില്ലേജ് ആണ്. അപ്പൊ ഞാൻ ഓടി പഠിച്ച് താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് ഇഷ്ടം പോലെ വില്ലേജേഴ്സും ഒരു അയങ്കോളം ഒക്കെ നിൽക്കുന്ന ഞാൻ കണ്ടു. നമുക്കിനി അവിടുന്ന് ഫുൾ അഴിച്ചു പറക്കി നമ്മുടെ മെയിൻ വില്ലേജ് ആയിരിക്കും ഇനി ഇത്. നമ്മൾ അധികം വീടൊന്നും കാണുന്നില്ല. ആകെയും 2 വീടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുന്ന് ലൂട്ട് ചെയ്യണം. ഇവിടെ ഒരു വില്ലേജറൊക്കെ നടപ്പുണ്ട്. വെപ്പൺ സ്മിത്ത് ആണെന്ന് തോന്നുന്നു. അത് ഇന്നത് ഇവിടെ ഒന്നുമില്ല. ബെഡ് നമുക്ക് എടുത്തേക്കാം. ഇവിടെ അധികം വീടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇത്ര സാധനങ്ങൾ ഈ ഒരു അത് ജസ്റ്റ് കാണുന്നതാണ്. നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആപ്പിള്, പൊട്ടാറ്റോ, ബ്രെഡ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയത്. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് മരം മുറിക്കണം. ഈ മരം മുറിച്ച് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് വ്യത്യാസം നോക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റോണൊക്കെ മേടിച്ച് എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളോട് വെച്ച് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഫുൾ മഞ്ച് കുറച്ച് സ്റ്റോൺ ഫുൾ അടിച്ച് മാറ്റാം. നമുക്ക് അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റോൺ ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ടൂൾസ് എല്ലാം ഉണ്ടാക്കാം. കുറച്ച് ഒരു 20 സ്റ്റോൺ നമുക്ക് പിക്കാക്സ് കൊണ്ടുവരാൻ വരെ നമുക്ക് സ്റ്റോൺ എടുക്കാം. പിക്കാക്സ്, സോഡ്, ആച്ച്, ഷവല്. അപ്പൊ ഗൈസ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മതി. ഇനി നമുക്ക് ആ വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ആ ഹേബേലൊക്കെ നമുക്ക് അടിച്ചു മാറ്റും. അതൊക്കെ നമുക്ക് ആദ്യം കൊല്ലാം. ഓടിച്ചു ബ്ലോക്ക് ഇവിടുന്ന് 1, 2, 3 ഹൈറ്റ് ബ്ലോക്ക് ഇട്ടിട്ട് വരുന്നില്ലേ? അതെന്നെ വേണ്ടേ? ഇതാ എവിടെ? നമുക്ക് അവൻ്റെ അടുത്തോടെ പോയി നോക്കാം. വരുന്നില്ലല്ലോ. ഓടിപ്പോ എൻ്റെ അടുത്ത് തല കാണിച്ചിട്ടില്ല. അതിപ്പോ നമുക്ക് അടിക്കാൻ വരും. ഓടിക്കോ. വരുന്നുണ്ട്. 1, 2, 3 പോടാ. അപ്പൊ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. 3 അയണും 1 പോപ്പിയും കിട്ടിയിട്ടുണ്ട്. ആ പോപ്പി നമുക്ക് ഇൻഡസ്ട്രിയിനകത്ത് വെച്ചേക്കാം. ടേബിളിലാക്കി മാറ്റാം. അപ്പൊ നമ്മൾ ഫുൾ ഹേബിളൊന്നും മൈൻഡ് ചെയ്തില്ല. അത് ഫുൾ എടുത്തില്ല. നമ്മൾ 17 ഹേബിൾ എടുത്തുള്ളൂ. ഇതിന് നമുക്ക് വീറ്റ് ആക്കിയിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി വെച്ചേക്കാം. ഫുള്ള് 57 ബ്രെഡായി. ഇത്ര മതി. ഞാൻ പ്രോ ആയി മൈൻക്രാഫ്റ്റിൽ. ഞങ്ങൾക്ക് ദിവസമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ കാര്യം അപ്പൊ നമ്മള് വീടുണ്ടാക്കാൻ നേരത്ത് തപ്പി നടന്നപ്പോൾ ഇവിടെ രാത്രി ആകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സീഡ് ഡ്രീംസ് അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡേ 2 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വീടുണ്ടാക്കാൻ പ്ലേസ് ഞാൻ ഏകദേശം കണ്ടുവച്ചിട്ടുണ്ട്. ഞാനിവിടെ അടുത്തൊരു കേവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കേവിലോട്ട് വരും കുറച്ച് അയൺ കൂടെ മൈൻഡ് ചെയ്യണം. നമുക്ക് എന്നിട്ട് വേണം കുറച്ച് ക്രീപ്പറൊക്കെ ഇവരൊക്കെ ഇച്ചിരി സേഫ് അല്ല. അടുത്തൊരു വലിയൊരു കേവ് കണ്ടിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ഇറങ്ങി പോകണം. നമ്മൾ വീടുണ്ടാക്കാനുള്ള സ്റ്റാർ ബേസിനുള്ള പ്ലേസും കൂടെ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് നമ്മുടെ ഇതൊക്കെ വെച്ചേക്കാം. നമുക്ക് ഒരു 3 അയൺ ഇരിപ്പുണ്ട്. കുറച്ച് ഒരു 5 ബ്ലോക്ക് നമ്മുടെ ഇരിക്കട്ടെ ഓക്ക്. പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ട്. അതും നമുക്ക് ആയിരിക്കട്ടെ. ഈ ബെഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് റിസ്പോൺ കിട്ടിയത്. അത് നമ്മൾ ചത്ത നമ്മൾ കുറച്ചും കൂടെ ദൂരത്തായിരിക്കും റിസ്പോണാണ്. ഇത്ര സാധനങ്ങൾ നമ്മുടെ വേണ്ട. ഈ ഒരു സ്നോ വേണ്ട. ഇത്ര സാധനങ്ങൾ നമ്മുടെ ഇനി വേണം. നമുക്ക് നേരെ ആ കേവിലോട്ട് ഇറങ്ങി നമുക്കൊന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഞാനിവിടെ കുറച്ച് മുമ്പ് കുറെ അയണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം
ഞാൻ ആ കേവിലോട്ട് ഇറങ്ങാം. നമുക്ക് കോളും അയണും എല്ലാ ആവശ്യത്തിന് മൈൻ ചെയ്തെടുത്തേക്കാം. കോളൊക്കെ കിട്ടുന്നത് ഇനി ഇവിടെ കോൾ ഇഷ്ടം പോലെ കിട്ടും കൈ. നമ്മളിന്ന് മടിയാവും കഴിച്ച് കോള് മൈൻ ചെയ്യും. കുറെ ഉണ്ടോണ്ടേ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാക്കിയ മറ്റേ ഫോർച്യൂണൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് 5-6 കോളൊക്കെ കിട്ടിയേനെ. ഇവിടുത്തെ കോള് തീർന്നു. താഴെ ഞാൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അവിടെ വേറെ കാണുമെന്ന് അറിയത്തില്ല. വേറെ ആൾക്കാർ ഇവിടൊക്കെ കോൾ ഇരിപ്പുണ്ടാകും. നമുക്കിപ്പോ മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. നമ്മുടെ കയ്യിൽ അധികം ബിൽഡിംഗ് ബ്ലോക്സ് ഒന്നുമില്ല. നമുക്ക് താഴോട്ട് ചെറിയ ഇറങ്ങി നോക്കാം. ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് വരണം. റിസ്ക് എടുക്കണ്ട. ഒരു ഷീൽഡ് എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ഷീൽഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു സോംബിയെ കൊന്നില്ലേ? അവൻ ദേ ഇവിടെ അയൺ ഡ്രോപ്പ് ചെയ്തു. വന്നിപ്പം സോംബി വരെ അയൺ ഡ്രോപ്പ് ചെയ്യും. ഏതാ? അപ്പൊ നമ്മൾ ആ സ്കെൽട്ടനെ ഇതിനെ കൊന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അയൺ ഉണ്ടോ? അയണല്ലേ? നമുക്ക് ഫസ്റ്റിന്റെ ആവശ്യത്തിന് അയൺ കിട്ടുന്നുണ്ട്. എനിക്കിപ്പോ വീട്ടിൽ തന്നെ 5-6 അയണൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടുന്ന അയണെല്ലാം മാക്സിമം കളിച്ച് ചെയ്യാൻ നമുക്ക് നല്ലൊരു അയൺ ഫാം ഒക്കെ ഉണ്ടാക്കണം. മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു സാധനം കണ്ടു. എന്താണ് സോംബി? ഞാൻ ഇവന്റ് റിച്ച് ആയി. എനിക്ക് ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ഈ സാധനം കിട്ടും. റോട്ടൽ ഫ്രഷ്. ആ സാധനം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വില്ലേജെല്ലാം ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ ഈ വേൾഡിൽ പ്രോ ആയി. എന്താണ് എനിക്ക് വേണ്ടത്? അവിടെ നോക്കുമ്പോൾ എന്തൊരു സാധനം തിളങ്ങുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ സോംബി ഫോണ്. അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഉണ്ടോ ജസ്റ്റിനകത്ത് ലക്സിയ ബുക്ക് ഉണ്ട്. നമുക്ക് ഫുഡ് ഒക്കെ എടുത്തേക്കാം. റെഡ് സ്റ്റോൺ എല്ലാം ഉണ്ട്. 2 അയൺ ഇൻഗറ്റ് ഉണ്ട്. സാധനം കിട്ടി. നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടുന്നുണ്ട്. ജസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ ഇത്ര നേരം മൈനിങ് ആയിരുന്നു. മൈനിങ് കഴിഞ്ഞപ്പം എന്റെ കൈ കിട്ടിയ സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത്ര സാധനങ്ങൾ കിട്ടി. അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു സോംബി സ്പോണർ കണ്ടു. അല്ലാതെ ഒരു എന്ത് സ്പൈഡർ സ്പോണർ കണ്ടു. ഇതിന്റെയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ടൊക്കെ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പം ഇത്ര സാധനങ്ങൾ നമുക്ക് ഇന്ന് കിട്ടി. ഈ 3 റൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഈ 3 റൗണ്ട് നമുക്ക് മൈൻ ചെയ്ത് കിട്ടിയതല്ല. നമുക്ക് ഈ വില്ലേജിനകത്ത് ഒരു വീട് നമ്മൾ നോക്കാനുണ്ടായിരുന്നു. സ്പിത്തിന്റെ വീട്. ആ സ്പിത്തിന്റെ വീട് കയറിയപ്പോൾ നമുക്ക് 3 ഡയമണ്ട് കിട്ടി. അതൊരു അയൺ പിക്കാസും കിട്ടി. നമ്മൾ കുറച്ച് അയൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ചെസ്റ്റ് പ്ലേറ്റും ഒരു ഹെൽമെറ്റും ഉണ്ടാക്കി. നമുക്കൊരു 2 സ്റ്റാക്ക് അയൺ കിട്ടിയ ഞാൻ അതുകൊണ്ട് ചത്തു. ഞാൻ ചത്തു ഗൈസ്. ഞാൻ ചത്തു. അതുകൊണ്ടല്ല നമുക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ പ്രോയാ. മൈൻക്രാഫ്റ്റിലെ പ്രോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.